ഇന്നലെ വന്ന സൂചന പുതിയ സിനിമയുടെ റിവീലിംഗ് വ്യക്തമാക്കുന്ന രീതിയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഛോട്ടാ മുംബൈ ടീം വീണ്ടും ഒന്നിക്കുകയാണ്, മണിയമ്പിള്ള രാജുവും മോഹൻലാലും. എന്നാൽ ഇത്തവണ വ്യത്യസ്തമായ ഒരു സിനിമ ഒരുക്കാനാണ് അവർ ഒരുങ്ങുന്നത്. മലയാളത്തിന് തന്നെ വേറിട്ട സിനിമകൾ ചെയ്യുന്ന കൃഷാന്ത് എന്ന സംവിധായകനും മോഹൻലാലും ഒന്നിക്കുന്ന പ്രോജക്റ്റ് കൺഫേം ആയെന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയി എത്തിയിരിക്കുന്നത്. മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ. 4 പതിറ്റാണ്ടുകളിലായി സിനിമാ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന മോഹൻലാൽ പകർന്നാടാത്ത വേഷങ്ങളില്ല. ഇനിയും ചെയ്യാത്ത പല വേഷങ്ങൾ മോഹൻലാൽ ഇനി ചെയ്യാൻ പോവുകയാണ്. അതിലേക്കാണ് ഒരു പുതിയ സംവിധായകനുമായി മോഹൻലാൽ എത്താൻ പോകുന്നത്. 2025 മോഹൻലാൽ ഒരുപിടി മികച്ച പ്രോജക്റ്റുകളുടെ ഭാഗമാകുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാനാണ് 2025 മോഹൻലാലിന്റെ ആദ്യ തിയേറ്റർ റിലീസ്. മലയാളത്തിലെ ഏറ്റവും ചിലവേറിയ ചിത്രമായി ഒരുങ്ങുന്ന എമ്പുരാനെ വരവേൽക്കാൻ മലയാളക്കര ഇപ്പോൾ തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു. എമ്പുരാന് ശേഷം മോഹൻലാൽ ജിത്തു മാധവനുമായി ഒന്നിക്കുന്ന ചിത്രത്തിന്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് അഭ്യൂഹങ്ങളുണ്ട്. ആവേശത്തിന് ശേഷം ജിത്തു മാധവൻ സംവിധാനം ചെയ്യുന്ന ചിത്രം മാസ് കോമഡി എന്റർടൈനർ ആകുമെന്നാണ് കരുതുന്നത്. ഗോകുലം ഗോപാലനാകും ചിത്രം നിർമ്മിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ. അതൊരു ഭാഗത്ത് വലിയ എക്സൈറ്റ്മെന്റ് ആണ് മോഹൻലാൽ ആരാധകർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം കൺഫേം ആയ പ്രോജക്റ്റ് തന്നെയാണ് മോഹൻലാലും ജിത്തു മാധവനും. ഇപ്പോഴിതാ അടുത്തൊരു കൺഫേംഡ് പ്രോജക്റ്റ് മോഹൻലാലിന് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏട്ടോ, ഹലോ മൈ ഡിയർ, റോങ് നമ്പർ, ഛോട്ടാ മുംബൈ, ഒരു നാൾ വരും എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മണിയമ്പിള്ള രാജു മോഹൻലാലിനെ നായകനാക്കി നിർമ്മിക്കുന്ന ചിത്രം വരുന്നുവെന്ന് റിപ്പോർട്ടുകളെത്തി. വ്യത്യസ്തമായ സിനിമകൾ മലയാളത്തിന് സമ്മാനിച്ച കൃഷാന്ത് ആകും ചിത്രം സംവിധാനം ചെയ്യുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ചിത്രത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടായിരിക്കുമെന്ന് കരുതുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു സോഷ്യൽ മീഡിയ വാർത്തയിൽ മണിയമ്പിള്ള രാജുവിന്റെ മകൻ അത് ലൈക്ക് ചെയ്തതും അതിന് കമന്റ് ഇട്ടതും ഒരു കൺഫർമേഷൻ എന്ന രീതിയിൽ എടുത്തു കഴിഞ്ഞു പ്രേക്ഷകർ. അൻവർ റഷീദ്, അമൽ നീരദ്, ജിത്തു ജോസഫ് എന്നിവരുമായുള്ള പ്രോജക്റ്റുകളും മോഹൻലാലിന്റെ ലൈനപ്പിലുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇതിലൊന്നും ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ വന്നിട്ടില്ല. അടുത്തിടെ മോഹൻലാൽ നായകനായ ചിത്രങ്ങളിൽ പലതും ബോക്സ് ഓഫീസിൽ പ്രതീക്ഷ വിജയം നേടിയിരുന്നില്ല. എന്നാൽ 2025 മോഹൻലാൽ വരുന്നത് ഇതിനെല്ലാം മാറ്റിമറിക്കുന്ന രീതിയിലേക്കാണ്. മികച്ച സംവിധായകരുടെ കൂടെ ചേർന്ന് മലയാളത്തിലെ തന്റെ സിംഹാസനം മോഹൻലാൽ വീണ്ടും എടുക്കുമെന്ന് ആരാധകർ കരുതുകയാണ്. അതേസമയം എമ്പുരാൻ കേരളത്തിലെ 90% തിയേറ്ററുകളിലും പ്രദർശനത്തിന് എത്തുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. കേരളത്തിൽ ചിത്രത്തിന്റെ ഡിമാൻഡ് അത്രയ്ക്ക് വലുതാണെന്ന് കാണിക്കുന്ന പല റിപ്പോർട്ടുകളും വന്നു കഴിഞ്ഞു. ഗംഭീര തിയേറ്റർ ചാർട്ടിംഗ് ആണ് അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മലയാളത്തിലെ കിങ് സൈസ് തിയേറ്ററുകളിൽ ഇതിനോടകം എമ്പുരാൻ റിലീസിനുണ്ടാകുമെന്ന് അറിയിച്ചു കഴിഞ്ഞു. വിജയ് ചിത്രം ലിയോ കേരളത്തിൽ നിന്നും നേടിയ ആദ്യ ദിന കളക്ഷൻ എമ്പുരാൻ തകർക്കുമെന്നാണ് ആരാധകർ വിശ്വസിക്കുന്നത്. 12 കോടിയാണ് ലിയോയുടെ ആദ്യ ദിന കളക്ഷൻ. എന്തായാലും കൃഷാന്ത് ഒരുക്കുന്ന മോഹൻലാൽ സിനിമ ഒരു വ്യത്യസ്തമായ സബ്ജക്റ്റ് ആയിരിക്കും സംസാരിക്കാൻ പോകുന്നത് എന്നത് ഉറപ്പാണ്. ഈ ചിത്രം കൺഫേം ആകുമ്പോൾ മോഹൻലാലിന്റെ ഒരു സൈഫൈ രീതിയിലുള്ള സിനിമയോ എന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. വ്യത്യസ്തമായ ഒരു ജോണർ എന്തായാലും മോഹൻലാൽ പിക്ക് ചെയ്യും എന്നതിൽ യാതൊരു സംശയവുമില്ല. മമ്മൂട്ടിയെ വെച്ച് ഒരു ടൈം ട്രാവൽ ചിത്രം ഒരുക്കാൻ കൃഷാന്ത് തീരുമാനിച്ച വിവരങ്ങൾ നേരത്തെ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ആ സിനിമ ഉടനെ സംഭവിക്കില്ല. കൃഷാന്ത് ആദ്യം ഒരുക്കാൻ പോകുന്നത് ഒരു യങ് സൂപ്പർ താരത്തെ വെച്ചായിരിക്കും എന്നാണ് കരുതുന്നത്. അതിനുശേഷമായിരിക്കും മോഹൻലാൽ സിനിമയിലേക്ക് കടക്കുക. അർജുൻ അശോകൻ നായകനാകുന്ന ഒരു ചിത്രം കൃഷാന്ത് ഒരുക്കുമെന്ന് നേരത്തെ തന്നെ ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതിനുശേഷം മോഹൻലാൽ ചിത്രത്തിലേക്ക് കടക്കാനാണ് സാധ്യതയും എന്ന റിപ്പോർട്ടുകളാണ് ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിടുന്നത്. എന്തായാലും മോഹൻലാലിന്റേതായി ഒരു ചിത്രം കൂടെ കൺഫേം ആയി എന്ന വിവരങ്ങളാണ് ആരാധകരെ അത്ഭുതപ്പെടുത്തുന്നതും.